നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. ഓരോ ദിവസവും അഡ്വക്കേറ്റ് എന്ന നിലയിൽ നമ്മൾ പല ആളുകളുമായി ഡീൽ ചെയ്യും. പല ക്ലയൻസിന്, പ്രത്യേകിച്ചും ഫാമിലി ലോയിൽ പല ക്ലയൻസിനെ ഡീൽ ചെയ്യുമ്പം ഒരുപാട് ജീവിത കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാറുണ്ട്. ചെറിയ കുട്ടി വീഡിയോസ് ആയിട്ട് ഞാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പലർക്കും ഇത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പല ലൈഫിലും ഒരാൾക്കെന്നല്ല, ഒരു കുടുംബത്തിന് തന്നെ പല രീതിയിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ സ്ത്രീ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ജോലി സ്ഥലത്താണ്. അതായത് വിവാഹം കഴിഞ്ഞിട്ട് ഡെലിവറി ടൈം അല്ലാതെ ബാക്കി സമയം മുഴുവൻ ഇത് വർക്കിംഗ് ആണ്. 7 o'clock രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് 6:30 7 o'clock ആകുമ്പോഴേ തിരിച്ചെത്തത്തുള്ളൂ. പബ്ലിക് ഹോളിഡേസ് മാത്രമേ അതിന് ലീവ് ഉള്ളൂ. അപ്പോൾ അത് ലൈഫ് ഹസ്ബൻഡ് പുറത്തുമാണ്. അപ്പം അതിന് ലൈഫ് എൻജോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും ജോലി സ്ഥലത്തായതുകൊണ്ട് അതിന് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കാനോ ഒന്ന് പുറത്തു പോകാനോ ഒക്കെ സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ അത് ലൈഫ് കിട്ടുന്ന ഈ പബ്ലിക് ഹോളിഡേസിന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നവരുടെ വീട്ടിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് കുഞ്ഞുമായിട്ട് പോയി അതിന് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ചു കൊടുക്കും. ഫുഡ് മേടിച്ചു കൊടുത്ത് വീട്ടുകാർക്ക് എന്തെങ്കിലും ഇൻലോസിന് എന്തെങ്കിലും പാർസലും കൊണ്ടുവരും. അപ്പോൾ ഇതിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ സിസ്റ്റർ ഇൻ ലോ വീട്ടിൽ വരികയും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കുകയും, ഞാനിങ്ങനെയൊന്നും കഴിക്കില്ല, ഞാനിങ്ങനെയൊന്നും പുറത്തൊന്നും മേടിക്കില്ല, ഞാൻ ഫുൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു പതിവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഈ കുട്ടിക്ക് യാതൊരു ഫ്രീഡവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ആ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് ഈ പറയുന്നത്. ഇത് കാരണം ഈ കുഞ്ഞിന് നല്ല ഫുഡ് കൊടുക്കാൻ പറ്റാതിരിക്കുകയോ, നല്ല ഇഷ്ടപ്പെട്ട അവർക്കൊന്നും പുറത്തു പോകാൻ പറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞിട്ട് താങ്കൾ അത് നിർത്തി? കാരണം ബിക്കോസ് യു ആർ ഗോയിങ് ഫോർ വർക്ക്, യു ആർ ഏർണിംഗ്. ആ പൈസയിൽ നിന്നും സ്വന്തം കുഞ്ഞിന് ഒരു ഫുഡ് മേടിച്ചു കൊടുക്കാനോ പുറത്തു പോയി ഒരു പാർക്കിൽ കൊണ്ടുപോകാനോ ഉള്ള സ്വാതന്ത്ര്യം എന്തിനു മറ്റൊരാളിൽ നിന്ന് മേടിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിലെ സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ ചെയ്യുന്നില്ല, അപ്പൊ ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു തോന്നലിന് വേണ്ടിയിട്ട്, ആ ഒരു സെക്യൂരിറ്റി, ലൈഫിന്റെ സെക്യൂരിറ്റി അല്ല, ഒരു സേഫ്റ്റി, മനസമാധാന കുറവൊന്നും വരുത്തണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ചേച്ചി അങ്ങനെ ചെയ്യാത്തത് ചേച്ചി പഠിച്ച് ജോലി മേടിക്കാത്തത് കൊണ്ടോ, ചേച്ചിക്ക് അതിനുള്ള ഫ്രീഡം ചേച്ചിയുടെ ഹസ്ബൻഡ് കൊടുക്കാത്തത് കൊണ്ടോ മാത്രമായിരിക്കും. അല്ലെ, അതിനുള്ള ശ്രമം ചേച്ചി നടത്താത്തത് കൊണ്ടോ മാത്രമായിരിക്കും. അല്ലെ, ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും വേണ്ടെന്ന് ആരും പറയില്ല. ആ ഒരു ഇൻഫീരിയോറിറ്റി മറച്ചു വെക്കാനായിട്ട് ആ കുശുമ്പോട് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കുത്തുമ്പോൾ നിങ്ങൾ എന്തിനാ അത് ഫോളോ ചെയ്യണം? അവരവിടെ ഇരുന്ന് കുത്തിക്കോട്ടെ. നിങ്ങൾ ഏൺ ചെയ്ത മണി, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു തൊഴിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് അയക്കുന്ന കാശിൽ നിന്നും നിങ്ങളോട് ഇങ്ങനെ ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യോ, നമ്മൾ അന്യായമായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് എത്തിപ്പെടുക്കാനോ അവർക്ക് ജീവിതത്തിൽ അവർ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് നേടാനോ സാധിക്കാത്തതിന്റെ കുശുമ്പ് തീർക്കേണ്ടത് നമ്മളിലല്ല. അത് എപ്പോഴും ഓർത്തിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.